നമസ്കാരം. ഇപ്പോൾ ഉള്ളത് പഴയങ്ങാടിയിലാണ്. ഏറെ കൊട്ടിഘോഷിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം കഴിച്ച പഴയങ്ങാടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും അനുബന്ധ സ്ഥാപനങ്ങളും ഇന്ന് നാശത്തിൻ്റെ വക്കിലേക്കാണ് കടന്നു പോകുന്നത്. ഇവിടെ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ മാറുന്നത്. ഇത് 17/2/2026 ഇതിൻ്റെ അവസാന ഘട്ട മിനുക്കുപണികൾ നടത്തിയത്. അതായത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് സ്ഥാപിച്ചത്. അതിനു മുമ്പ് തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരള സർക്കാർ ടൂറിസം വകുപ്പ് കല്യാശ്ശേരി മണ്ഡലം ത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് ഈ പഴയങ്ങാടി എന്ന് പറയുന്നത്. കാരണം ബോട്ടിംഗ് സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഇവിടെയുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുക. ഒരു ഭാഗത്ത് റെയിൽവേയുടെ പാളങ്ങളും അതേപോലെ പഴയങ്ങാടി പുഴയുടെയും തീരത്താണ് ഈ അതിമനോഹരമായ ഈ സംഭവം ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ നടപ്പിലാക്കിയത്. എന്നാൽ 7ാം പഞ്ചായത്താണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഇതിന് ഭാവിയിൽ അങ്ങോട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കും കഴിഞ്ഞില്ല. ഇത് കാണുന്നില്ലേ, ലക്ഷങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇത് നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ്. അടുത്ത കാലത്ത് MLA ഇടപെട്ട് ഇതിനൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങിയെങ്കിലും ഇതും നാശത്തിൻ്റെ വക്കിലാണ്. ഇത് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാകും എന്താണത്. ലക്ഷങ്ങളാണ് ഇതാണ്ടോ, എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ലക്ഷങ്ങൾ. ഇതൊരു കാവൽക്കാരനെ ആക്കാനൊന്നും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇത് കണ്ടില്ലേ, ഗ്രാനൈറ്റൊക്കെ പാകിയിട്ടുണ്ട്. അത്രക്കും ഫണ്ട് ഉപയോഗിച്ച് ഗ്രാനൈറ്റൊക്കെ അതിമനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഉപയോഗശൂന്യമാണ്. ഇപ്പം കണ്ടില്ലേ, മുമ്പിലൊക്കെ ഇരുമ്പിൻ്റെ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. അതൊക്കെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇതിന് പൂട്ട് വീണിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നില്ലേ. മാസങ്ങളായി ഇത് പൂട്ട് വീണ് കിടക്കുകയാണ് കാണുന്നില്ലേ. ഇതൊക്കെ തന്നെ ഇത് പുനരുദ്ധരിക്കണമെന്ന് ആവശ്യം ശക്തമാണ്. പഴയങ്ങാടി പോലുള്ള ഒരു ടൂറിസം കേന്ദ്രത്തിൽ, കാരണം ഏറ്റവും കൂടുതൽ വിദേശികളൊക്കെ ഗൾഫുകാരും ഒക്കെ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ് പഴയങ്ങാടി. ഇത് പഴയങ്ങാടി ടൗണിൽ നിന്ന് വെളിപ്പാട് അകലെയാണ് ഈ സംഭവം ഉള്ളത് കാണുന്നില്ലേ. ഇതൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നില്ല. ഇത് സെക്യൂരിറ്റിക്ക്, കാരണം ഇതിലെ സെക്യൂരിറ്റി ജീവനക്കാരന് വേണ്ടി നിർമ്മിച്ച ഒരു ഷെഡാണെന്ന് തോന്നുന്നത്. ഇതും കൂട്ടുകൂട നിലയിലാണ് കാണുന്നത്. സമീപത്തെ കണ്ടൽക്കാടുകൾ കയറി മൂടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. വളരെ ദയനീയമാണ്. അലങ്കാര ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ബോട്ടുകളൊക്കെ അടുപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോട്ട് ജെട്ടി പോലെ തന്നെ ഒരു സംഭവമാണിത്. കാരണം സമീപത്തുള്ള ബോട്ടുകളൊക്കെ വരികയും ടൂറിസത്തിൻ്റെ ഭാഗമായി അങ്ങനെ വിശാലമായിട്ട് ഒരു 50 ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ബോട്ട് ജെട്ടി പോലത്തെ സംഭവമാണിത്. ഇതൊക്കെ നല്ല വർക്കാണ് അതിന് ചെയ്തിരുന്നത്. പല സ്റ്റീലും ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, തുരുമ്പെടുത്ത് ഇപ്പം നശിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് നിലയിലാണ് ഉള്ളത്.
ഇതൊക്കെ തന്നെ ലക്ഷങ്ങളാണ് ഇതിനൊക്കെ മുതൽ മുടക്കിയെന്ന് വേണം നമുക്ക് കരുതാൻ. ഇത് ആർക്ക് വേണ്ടി ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നതൊക്കെയാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അധികൃതർ ഇതിന് ഇടപെടണമെന്നാണ് ചാനലിൽ പറയാനുള്ളത്. അത്ര മനോഹരമായ ഒരു ഇടം കൂടിയാണിത്. കാരണം മാടായിക്കാവ് പോലെയുള്ള സ്ഥലങ്ങൾ ഇതിന് തൊട്ടടുത്താണ്. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കും അതായത് വിശ്വാസികൾക്കും ഒക്കെ തന്നെ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഈ പഴയങ്ങാടി ഈ പാർക്ക് എന്ന് പറയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഏഴം ഗ്രാമപഞ്ചായത്താണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ടൂറിസത്തിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തി ഈ മേഖലയെ, ഈ ഭാഗത്തെ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ചെലവഴിച്ച തുരുമ്പെടുത്ത് നശിക്കുന്ന ഈ ഭാഗത്തെ രക്ഷിക്കണം, സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാണുന്നില്ലേ, വിശ്രമത്തിന് വേണ്ടി ഉള്ള ഷെൽട്ടറാണ്. അതായത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിന് തന്നെ 1,00,000 രൂപയുടെ വില മതിക്കുന്ന തോന്നുന്നത്. ഇതൊക്കെ തന്നെ കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് വീണ നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്നും എടുത്തു മാറ്റാനോ സംരക്ഷിക്കാനോ പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. വികസനത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഭരണാധികാരികൾ പലരും ഇത്തരം കാഴ്ചകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കിട്ടുന്നുണ്ടോ? കുറച്ച് ഇങ്ങോട്ട് എടുത്തു പോവാം. ഇത് കാണുന്നില്ലേ, ഈ വിശ്രമ കേന്ദ്രമാണ്. ഇത് കണ്ട വഴിയോരത്ത് ഇതിൻ്റെ അടുത്തൂടെ ഇടം റോഡ് പോകുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഇത് കാണുന്നില്ലേ, ഇത് വിശ്രമ കേന്ദ്രമാണ്. ഒരു ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനും ഇതിനൊക്കെ പെട്ട നല്ല സ്റ്റീല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വിശ്രമ കേന്ദ്രമാണ്. ഇതൊക്കെ തന്നെ കാട് മൂടി നശിക്കുന്ന സ്ഥലത്തിലായി. ഇതുണ്ട്, സാമൂഹ്യ ദ്രോഹികളൊക്കെ തന്നെ ഇവിടെ തന്നെ ബോട്ടലുകളും ഇതൊക്കെ തന്നെ അലസ്യമായി വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഉള്ളത്. എല്ലാം നിർമ്മാണമൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇത് തുടർന്നങ്ങോട്ടുള്ള സംരക്ഷണമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ തുരുമ്പെടുത്തു പോകുന്ന ഈ പൊതുമുതൽ സംരക്ഷിക്കാൻ പുതിയ ഭരണാധികാരികളെങ്കിലും മുന്നോട്ട് വരണമെന്നാണ് ചാനലിൽ പറയാനുള്ളത്. ഇതിന്റെ റൂഫിംഗ് ഒക്കെ കാണുന്നില്ലേ, അതിമനോഹരമായ റൂഫിംഗ് ആയിരുന്നു. ആകാശം കാണുന്നു, ഇപ്പൊ ആകാശം കാണുകയാണ്. ഇതിപ്പോ ആകാശവും കാണുന്നു, മേഘവും കാണുന്നു. ഇത്ര മനോഹരമായ ഒരു കാഴ്ച നമുക്ക് പുറത്തുപോയി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാൽ കാണാൻ കഴിയുമോ? അപ്പോൾ അത്ര മനോഹരമായ ഇതൊന്നും അധികാരികൾ കാണുന്നില്ലേ? കണ്ടൽക്കാടുകൾ കൊണ്ട് ചുറ്റും കണ്ടൽക്കാടുകൾ കൊണ്ട് പിന്നെ ഒരു കോട്ട പോലെ കെട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രം എന്തുകൊണ്ടാണ് അധികൃതർ ഇതിനെ തിരിഞ്ഞു നോക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ, അതായത് ഈ പാർക്കിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് അധികൃതരുടെ മുമ്പിൽ എത്തിക്കണം എങ്കിൽ പൊതുജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ടൂറിസം വകുപ്പും ബഹുമാനപ്പെട്ട കല്യാശ്ശേരി MLA അണ്ടറിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് MLA ഇതിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ ടൂറിസത്തെ, ഇത്രയും ലക്ഷങ്ങൾ കോടിക്കണക്കിന് ചെലവഴിച്ച് നിർമ്മിച്ച ഈ തുരുമ്പെടുത്ത് നശിക്കുന്ന ഈ പഴയങ്ങാടിയിലുള്ള ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ MLA അടക്കം മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പൊതുജനങ്ങളായ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുകയും ഇത് പൊതുജനങ്ങളിൽ എത്തിക്കുകയും ഇത് സംരക്ഷിക്കാൻ, ഈ പൊതുമുതൽ തുരുമ്പെടുത്ത് നശിക്കുന്ന ഈ പൊതുമുതൽ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അതായത് അധികാരികൾ മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.